ചേട്ടനും പണ്ടത്തെ കാലം തമാശക്കാരനല്ല. 1-ാം തീയതി രാവിലെ 12:01 ഗോപാലട്ടയുടെ ഇവരെ തമ്മിൽ മത്സരങ്ങളായിരുന്നു. ഇവരൊക്കെ ഹണിമൂൺ സമയത്തിൽ പോലും ഒരു ഉറപ്പ് വയ്ക്കിട്ടുണ്ടാവില്ല. ഇതിനായിട്ട് മെനക്കെട്ടാണ്. ആ സമയത്തൊക്കെ അവർക്ക് റിസൾട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അവരിന്ന് പേരെ കാണുന്നില്ല, അതുകൊണ്ട് കച്ചവടം കാണുന്നില്ല. എന്നെ ചീത്ത വിളിച്ചേക്കല്ലേ, സത്യല്ലേ പറഞ്ഞേ. സോ ഈ P40 എന്ന് പറഞ്ഞൊരു സിസ്റ്റം കമ്പനി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം കാണാതിരിക്കില്ല. പിന്നെ P40 ചെയ്തിട്ട് 40 ആളെ കണ്ട് 20 ആള് കച്ചവടം ചെയ്തു, 5 പോളിസി കിട്ടി, കമ്മീഷൻ പോകുന്നത് ഉഷാജിന്റെ ഉള്ളിലാണോ? ഇത് നമ്മൾ എഴുതൂല. ഇനി എഴുതാൻ തുലിഞ്ഞ് ഇറങ്ങിയാൽ തന്നെ ഒരു 40 നമ്പർ എങ്ങനെയൊക്കെ സംഘടിപ്പിക്കും. ചിലപ്പോ നമ്പർ കിട്ടൂല, 35, 36, 37, 38 എത്തൂല. ഇങ്ങനെ മുക്കി പേര് നമ്മൾ 40 ആക്കും. ആർക്ക് വേണ്ടിട്ടാണെന്നറിയാം? അയച്ചു കൊടുത്താൽ പേര് വരില്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാറില്ല. കുറെ ഗ്രൂപ്പുകൾ വാട്സപ്പിൽ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളിൽ നിന്ന് ഏതെല്ലോ നമ്പർ ഇടും, എന്തൊക്കെ പേരിട്ട് കൊടുക്കും. നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാറില്ല. ഞാനടക്കമുള്ളത് എന്നോടടക്കം പറയുന്നതാണ്, ഞാൻ കുറ്റായിട്ട് പറയുന്നല്ല കേട്ടോ. ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് അടുത്ത മാസം വർക്ക് ചെയ്യാനായിട്ട് ഒരു 40 നമ്പർ വേണം. ഈ 40 ആളെ കണ്ടാൽ മതിയോ? എനിക്ക് എത്തുന്ന പോരാ. ഈ 40 ആളെന്ന് ഒരു ദിവസത്തിന് 1.4 ആൾക്കാരെയോ എന്തിനു മതി അല്ലേ? അപ്പൊ നമ്മളൊരു P40 ജെന്യുവൻ ആയി ഈ മാസം കാണാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കക്കാൻ വേണ്ടി പോണതല്ല, കടം ചോദിക്കാൻ വേണ്ടി പോണതല്ല. എന്റെ അടുത്ത പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണ്ടേ? 40, 50, 60 ആൾക്കാരെടുത്ത് ആ ലിസ്റ്റ് നമ്മൾ ജെന്യുവൻ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾക്ക് തുടരാൻ പറ്റുള്ളൂ. അപ്പൊ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. P40 നമ്മൾ NDRT ആവാനായിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, നമുക്ക് നാളത്തെ നിലനിൽപ്പ് തന്നെ നമുക്ക് നാളെ നല്ല വരണം തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം? ബിസിനസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആദ്യം വേണ്ടത് P40. നിങ്ങൾ ഇന്ന് ഇത് കേട്ടിട്ട് പോയിട്ട് മറക്കാണ്ട് ഇത് കഴിഞ്ഞാല് നാളെ രാവിലേക്കെങ്കിലും 14 പേരെ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവരെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു P40, 25,000 ആവട്ടെ, 50,000 ആവട്ടെ, 1 കോടിയുടെ കസ്റ്റമർ ആവട്ടെ, എത്രയോ ക്ലൈന്റ് നമ്മൾ ചിലപ്പോൾ P40 എഴുതാൻ എനിക്ക് ചിലപ്പോൾ അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ആലോചിക്കും, അയാളെ വീട്ടില് ഒരു LIC ഏജന്റ് ഉണ്ടല്ലോ, അയാൾ അളിയന, ഞാൻ അത് വേണ്ട. ഞാൻ തന്നെ ജഡ്ജ്മെന്റിലായി, അയാള് വേണ്ട, അയാൾ കഴിഞ്ഞ കൊല്ലം ബന്ധുവരായിട്ട് പെരുമാറ്റത്തിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല, അത് വേണ്ട. നമ്മൾ തന്നെ ജഡ്ജ്മെന്റിലായിരുന്നു നമ്മൾ നമ്പർ എഴുതൂല. അയാൾ പറയട്ടെ, എന്റെ പണി എന്താണ് P40 എഴുതുക എന്നുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എഴുതുമോ, നമ്മൾ അയാൾ വിളിച്ചുകൊണ്ടിരിക്കും, അവര് പറയും. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ഇല്ലേ? ഇവിടുന്ന് പറഞ്ഞു തന്നിട്ടില്ല എന്തെല്ലാം പറഞ്ഞേ? നമ്മുടെ ദുശാന്തി പറഞ്ഞതിന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ തെറ്റാണ് തിരുത്തണേ. ലേഖാമൻ നമ്മൾ എന്റെ അടുത്ത് 10-18 പോളിസി ഉണ്ടപ്പം, ഇനി എനിക്കൊരു പോളിസി വേണ്ടെന്ന് ഒരാൾ ഒബ്ജക്ഷൻ പറയുകയാണെങ്കിൽ ശരിയാണ്, ഞാൻ നിങ്ങളെ തന്നെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം 10-17 പോളിസിയിൽ ആൾക്കാർ തന്നെയാണ് കാണേണ്ടത്. കാരണം നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫീൽ ഫെൽറ്റ് ഫൗണ്ട് എന്നുള്ള അവർ എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും അങ്ങ് അംഗീകരിച്ചു കൊടുത്തേക്കുക. അതിനുശേഷം നമ്മൾ അതിനുവേണ്ടി തന്നെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വേണം ഒബ്ജക്ഷൻ ആയാലും പഠിപ്പിച്ചിട്ടില്ലേ. ഇനി പണ്ടത്തെ കഥ പറയുമ്പോൾ പണ്ട് P200 ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചില ബുദ്ധിമുട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. സോ ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഈ പല്ല് തേക്കാൻ നമ്മൾ ആരെങ്കിലും അലാറം വെച്ചിട്ടുണ്ടോ? നാളെ രാവിലെ 6 മണിക്ക് എണീറ്റ് പല്ല് തേക്കണം, അലാറം വെച്ചേക്കാം, അലാറം വെച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ അലാറം വെച്ചിട്ടൊന്നും നമ്മൾ ഒരിക്കലും ചായ കുടിച്ചിട്ടില്ല. പക്ഷെ പണ്ട് ഈ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അലാറം നമുക്ക് അമ്മ പണ്ട് അടുപ്പിക്കുമായിരുന്നു അല്ലെ? പണ്ട് നാളെ എഴുന്നേറ്റ് ഉടനെ തന്നെ പല്ല് നമുക്ക് തേപ്പിക്കുമായിരുന്നു. അങ്ങനെ കുറെ കാലം അമ്മമാരെ നമ്മളെ ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ ശീലമായിട്ട് മാറി അല്ലേ ടീച്ചറെ? അതേപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ നിരന്തരം ചെയ്തിട്ടാണ് ശീലമാവേണ്ടത്. അപ്പം ഈ ഹാബിറ്റില് നമ്മൾ ഇതും കൂടെ കൊണ്ടുവരണം. P40 നാളെ രാവിലെ പണ്ടൊക്കെ നമുക്ക് ഈ റൂൾ 10-5 10 മണിക്ക് മുമ്പേ 10 പേരെ വിളിക്കുക അല്ലെ? ഇത് മറ്റു പണ്ട് പ്രശാന്ത് ത്രിപാഠിക്ക് ഒരു ഉറക്കത്ത് തോന്നുന്നതാണോ? ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണ്, 10 മണിക്ക് മുമ്പ് എല്ലാ ദിവസവും 10 ആളെ വിളിക്ക് തോന്നിച്ചാണോ? അല്ല, നിരന്തരം റിസർച്ച് ചെയ്ത് ഒരുപാട് പഠനങ്ങൾ നടത്തി റിസൾട്ട് ഉള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നതല്ലേ. അപ്പൊ നാളെ രാവിലെ നിങ്ങൾ ഇന്ന് ഇതേ കഴിഞ്ഞ പോലെ ഒരു അലാറം സെറ്റ് ചെയ്യണം. നാളെ രാജേഷ് ഇങ്ങനെ പറഞ്ഞൊരു ഒരുത്തനാ, നല്ലൊരുത്തനാ, 10 മണിക്ക് മുമ്പ് 10 ആളെ വിളിച്ചിട്ട് ഈ 10 ആള് എന്തെന്നോട് പറഞ്ഞാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, ഞാൻ വിളിക്കും, എന്റെ പണി വിളിക്കുക എന്നുള്ളതാണ് എന്ന് തീരുമാനം എടുത്തിട്ട് നാളെ വിളിക്കല്ലേ, 10 ആളെ 10 മണിക്ക് മുമ്പേ. അപ്പൊ നിങ്ങൾ നാളെ അലാറം സെറ്റ് ചെയ്യണം, ദയവ് അലാറം സെറ്റ് ചെയ്യണം. നാളെ മുതൽ നിങ്ങൾ 10 മണിക്ക് 10 ഇല്ലെങ്കിൽ 8, 9 എത്രയെങ്കിലും പറ്റുന്ന നിങ്ങൾ നാളെ മുതൽ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ,
റെഡിയല്ലേ പ്രതിയോട്ടാ? കേൾക്കുന്നില്ല പ്രതിയോട്ടാ? നമ്മള് എങ്ങനെ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മളെ ശീലങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഒന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ ഒരു വൈ പാർട്ട്, ഓരോരാൾക്കും ഒരു വൈ പാർട്ട് ഉണ്ട് അല്ലേ? ഞാൻ ഉദാഹരണം എന്റെ തന്നെ പറയാം. ഞാൻ എന്തുകൊണ്ടാണ് മാക്സ് ലൈഫിൽ, എല്ലാവർക്കും ഓരോരോ കണ്ടന്റ് ഉണ്ട്, വരാനൊരു ഇടയുണ്ട്. എന്നെ സംബന്ധിച്ച് നിൽക്കാൻ അത്യന്തര പൈസയാണ്. ഈ മറ്റു ടൂറുകളും റിവാർഡ്സും റെക്കഗ്നേഷനേക്കാളും കവിഞ്ഞ് ഞാൻ എന്നെ ഇവിടെ നിലനിർത്തുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് പൈസയാണ്. ഞാൻ മുന്നേ ഡിസ്ട്രിബ്യൂട്ട് ബിസിനസ്സിന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു 4 കോടി രൂപയെങ്കിലും ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാസം ഒരു 1.5 ലക്ഷം 2 ലക്ഷം രൂപ സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ ട്രെയിനിങ് ക്ലാസ്സിന്റെ ഫസ്റ്റ് ഡേ അരുൺ സാർ എൻ്റെ പറഞ്ഞു നമുക്കൊരു ക്ലൈനെ കാണാൻ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാനും മഹേഷ് നമ്പ്യാരും അരുൺ സാറും കൂടെ പോയിട്ട് അന്ന് പറഞ്ഞതൊരു സാപ്പ്, അന്ന് എനിക്ക് ഏത് പ്ലാനാണെന്ന് ഒരു പറയുന്ന അറിയില്ല, ഫസ്റ്റ് ഡേ അല്ലേ. ഒരു 15 മിനിറ്റിലേറെ സമയം എടുത്തിട്ടുണ്ടായിട്ടില്ല. ഒരു 1 lakhന് ചെക്ക് തിരിച്ചു വരും. എന്നോട് ബോസ് പറഞ്ഞു രാജേഷ് 15,000 രൂപയ്ക്ക് മുകളിൽ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ശരിക്കും കത്തി ലിഡ് പൊട്ടിയത്. 15 മിനിറ്റ് കൊണ്ട് 15,000 രൂപ. ചേട്ടാ ഇത് ഞാൻ ഈ 15,000 ഉണ്ടാക്കണമെങ്കിൽ 10-18 പണിക്കാരെ മേയ്ക്കണം, പകലില്ല വെറുപ്പിക്കണം, ചീത്ത വെക്കണം, എന്തിന്റെ കാര്യം. അങ്ങനെ വന്നപ്പോഴാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി ശരിക്കും മനസ്സിലാവാൻ തുടങ്ങി. അപ്പൊ ആ സമയം മുതൽ ഈ സമയം വരെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഞാനവിടെ 4-5 ട്രിപ്പുകൾ യാത്ര പോയില്ല. ഒന്നാമത് ചെറിയ കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് പോയിട്ടില്ല. എനിക്ക് അതിന് അഗേൻസ്റ്റ് കമ്പനി 4 ലക്ഷത്തിന് മുകളിൽ പൈസ കിട്ടിയിരിക്കുകയാണ്. ഇത്തവണ നമുക്ക് MBK കൗൺസിൽസിന് മാത്രമേ നമുക്ക് മണി ഹോണറേറിയം ഉള്ളൂ. കഴിഞ്ഞ വർഷം പക്ഷെ എല്ലാറ്റിനും തന്നിരുന്നു. ബാലി, ബാക്കു, സിംഗപ്പൂർ, കൊലാലംപൂർ, അങ്ങനെ ഏതെല്ലോ രാജ്യങ്ങൾ ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ 4 lakh something rupees apart from all the benefits. നമുക്ക് കമ്മീഷൻസ് ഉണ്ട്, സെക്കൻഡ് ബോണസ് ഉണ്ട്, മന്ത്ലി ബോണസ് ഉണ്ട്, ക്വാർട്ടർലി ബോണസ് ഉണ്ട്, ഇയർലി ബോണസ് ഉണ്ട്, ALലേക്ക് മറ്റെന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൂടാണ്ട് ഇതിന്റെ അഗേൻസ്റ്റ് മണിയും കൂടെ. അപ്പൊ എന്നെ സംബന്ധിച്ചാണ് നിലനിർത്തുന്നത് എന്റെ പൈസ നിലനിർത്തുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കണ്ടന്റ് കാണും. ഉദാഹരണത്തിന് ചില ആൾക്കാർക്ക് യാത്ര പോലായിരിക്കും. ഇത്രയും കാലം പണിയെടുത്തു, ആർക്കെല്ലോ വേണ്ടി ജോലി ചെയ്തു, ഒരു യാത്ര ആരും പോയിട്ടുണ്ടാവില്ല. ഒരു സർട്ടിഫിക്കറ്റ് അപ്രീഷിയേഷൻ ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ചില ആൾക്കാർ നിലനിർത്തുന്ന പാർട്ട് അങ്ങനെ ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഒരു പാർട്ട് ആദ്യം ഐഡന്റിഫൈ ചെയ്ത് വെക്കുക, അതിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. 2, റിലേഷൻഷിപ്പ് ദാറ്റ് മാറ്റർ. നമ്മൾ റിലേഷൻഷിപ്പ് ഇതിനു വേണ്ടി അല്ലാണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ, നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആത്മാർത്ഥ അടുപ്പം ഉണ്ടാക്കിയെടുക്കണം. ഇതിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ബന്ധങ്ങൾ തന്നെയാണ്. ഈ ബന്ധങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇനി ഇതിനു വേണ്ടി അല്ലെങ്കിൽ കൂടി ഇനിയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മളെ മഹേഷ് പേര് പറഞ്ഞ പോലെ അത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. പണ്ട് ഈ വിർച്വൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പണ്ട് നമ്മള് ഈ ജിയോ മീറ്റ് നടത്താറുണ്ടായിരുന്നു. അന്ന് നമ്മളെ സുഗതേശിന്റെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. പഴയ ആൾക്കാർക്ക് ഒരു ഓർമ്മ ഉണ്ടാകുമായിരിക്കും. ആ സ്കിറ്റില് നമ്മളെ തന്നെ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരെ ഉള്ള ആക്ഷേപ ഹാസ്യം സറ്റയർ ആയിരുന്നത്. അതിൽ നമ്മളെ മഹേഷ് നമ്പ്യാരല്ലേ, മഹേഷ് നമ്പ്യാർ അറിയില്ല, ആരാന്നറിയില്ലല്ലോ. മഹേഷ് നമ്പ്യാരെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് സുഗതേശി പറഞ്ഞൊരു 2 തമാശ ഉണ്ടായിരുന്നു. മഹേഷ് നമ്പ്യാരെ ഒരാൾ വിളിക്കണോ, മഹേഷ് ഏട്ടാ എനിക്കൊരു 10 കിഡ്നി വേണമായിരുന്നു. ഓ വന്ന് 10 മണിക്ക് എത്തിക്കും. അപ്പൊ അടുത്താൽ വിളിക്കുന്നു, എനിക്കൊരു 10,000 മൂലയോട് കാണല്ലോ. മൂലയോടോ? ആ വന്നോ, മറ്റന്നാളത്തേക്ക് എത്തിക്കും, അല്ല വൈകുന്നേരത്തേക്ക് എത്തിക്കോ എന്ന് പറഞ്ഞല്ലോ. മഹേഷ് ഏട്ടൻ ആര് എപ്പോ വിളിച്ചാലും എന്തിനും ഓക്കെ. ടയർ പഞ്ചറായിട്ട് മഹേഷ്, ഓ മഹേഷ് പോയിക്കോളും. ഇത് ഈ ബിസിനസിന് വേണ്ടിയിട്ടല്ല, അയാളുടെ ശീലം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും വർഷം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്നേരം കണ്ടുപിടിച്ച് ഇദ്ദേഹത്തിന് തന്നെ എങ്ങനെയാണ് നമ്മള് പെരുമാറേണ്ടത്. നമ്മൾക്ക് നമ്മുടെ ഒരു ബിസിനസിന് വേണ്ടി അല്ലാണ്ട് നമ്മളെ തുറന്ന് സമീപനത്തിന് കസ്റ്റമർ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കാര്യം പറ്റി പറഞ്ഞ് അവർ തിരിച്ചിട്ട് എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നത് ഷുവറാണ്. സോ റിലേഷൻഷിപ്പിന്റെ പുറത്താണ് ബിസിനസ് ഉള്ളത്. അല്ലാണ്ട് അത് ഒരു സർവേയിൽ തന്നെ പറയുന്നുണ്ട് 32% ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത്, ബിലീവ് ചെയ്യുന്നത് നമ്മളെയാണ്, കമ്പനീനെ അല്ല. നമ്മളെ ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനെയാണ്. നമ്മളെ കഴിഞ്ഞിട്ട് മാത്രമേ ഒരു കമ്പനി ഉള്ളൂ. 32% ആൾക്കാരില്ല. ഓക്കെ. പിന്നെ 3, നമ്മൾ ഡേ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരത്തെ 8 മണിക്കൊന്ന് വെക്കും, 10/10 ഒന്ന് വിളിച്ചു നോക്കും. 3, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ കള്ളത്തരം, റോങ് സെല്ലിംഗ്, മിസ് സെല്ലിംഗ് ഒന്നും ചെയ്യരുത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഈ കൊല്ലം പറഞ്ഞപ്പോൾ ഞാൻ ആകെ 2 ആളെ സോഫാർ വിളിച്ചിട്ടുള്ളൂ. എന്തെല്ലോ പടിത്തിരക്കിൽ വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് വിളിച്ച ഒരാൾ എന്നോട് പറഞ്ഞു, നിനക്ക് എന്റെ എക്സിസ്റ്റിംഗ് ക്ലൈന്റ് ആണ്, സാപ്പിന്റെ ഒരു ക്ലൈന്റാണ്. അപ്പൊ അയാൾ യൂലിപ്പിന് എന്നോട് ചോദിച്ചു, ഇങ്ങോട്ടാണ് ചോദിച്ചു, വളരെ എളി കിട്ടുന്നത് മാർക്കറ്റിംഗിന്റെ പ്ലാനും മതി, പക്ഷെ എനിക്ക് 1 lakh ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ മതി ചെക്ക് എടുത്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അപ്പൊ തലശ്ശേരിക്ക് അപ്പുറത്തേക്ക് പോകണം, മാക്കൂട്ടത്തേക്ക്.
എന്നാൽ സമയക്കുറവുണ്ട്, ഞാൻ പിന്നെ വരാം, നാളെ വരാം. പ്രത്യേകിച്ച് ഈ ഒലിപ്പല്ലേ, വലിയ താല്പര്യം ഇതിനെ കാണിച്ചില്ല. അന്ന് വൈകുന്നേരം വന്ന് നിതീഷിന്റെ മീറ്റിംഗിൽ നിതീഷ് ഫോക്കസ് നേരെ എയർ ഫ്രയറിലേക്ക് മാറ്റി. എയർ ഫ്രയർ 10 എയർ ഫ്രയർ 15 എയർ ഫ്രയർ ഇത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തു. എയർ ഫ്രയർ വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടോ? ഇല്ല, വീടിന്റെ എയർ ഫ്രയർ നിങ്ങൾ അറിയാത്ത സാധനം ഉണ്ട് വീട്ടിന്റെ അകത്ത്. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കൊണ്ടുള്ള ഉപകാരം? അപ്പൊ പറഞ്ഞു മീനൊക്കെ ഇങ്ങനെ മുളകിലിട്ട് വെച്ചാൽ ഇല്ലാണ്ട് വെച്ചാൽ സാധനം ആവും പോലും. എനക്കാണെങ്കിൽ ചായ വെക്കാൻ അറിയില്ല. അപ്പൊ ഇവൾ മുളകിലിട്ട് വെച്ച് എനിക്ക് ഉച്ചക്കിൽ ഫ്രൈ ചെയ്യാല, വൈഫ് വീട്ടിലില്ല ഉച്ചക്ക്. അപ്പൊ എന്തൊക്കെ ഉപകാരത്തിന് എടുത്തു എയർ ഫ്രയറിന് പണിയെടുക്കാം. എന്റെ മനസ്സ് പെട്ടെന്ന് ഓടിയത് ഈ ഒലിപ്പുകാരനെ മാറ്റി പിന്നെയും തിരിച്ച് മറിച്ച സ്റ്റാപ്പിലേക്ക് ഇട്ടാലോ. അയാളുടെ ഏജ് 68 വയസ്സിങ്ങനെ. ഞാൻ ആ മനുഷ്യന് പെട്ടെന്ന് ഇവിടെ നീ ചെയ്യുന്നതിന് പകരം ഞാൻ എന്റെ കാര്യത്തിന് എനിക്കൊരു എയർ ഫ്രയർ വേണം എന്നിട്ട് തെറ്റിക്കാൻ പാടുണ്ടോ? ഞാൻ അയാളത്തെ ഉദാഹരണത്തിന് പറഞ്ഞു അപ്പൊ നമ്മൾ തൽക്കാലത്തേക്കുള്ള നമ്മളൊരു ഗെയിൻ വെച്ചിട്ട് നമ്മൾ പറഞ്ഞ കറക്റ്റ് അല്ലേ, നമ്മളത് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ ഓരോ ക്ലയന്റിനും ഓരോ ആവശ്യങ്ങളുണ്ട്, ഓരോരാൾക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. ആ യഥാർത്ഥ ആവശ്യങ്ങൾ അത് അൺവീൽ ചെയ്യുന്നിടത്താണ് നമ്മളെ സക്സസ് ഇരിക്കും. നമ്മളെ കഴിവുകൾ അറിഞ്ഞ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ അവരുടെ കൂടെ തന്നെ എപ്പോഴും നിന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഏത് ഹൈറ്റും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. സമയം കൂടുതൽ എടുക്കുന്നതിന് പറയണേ, അരമണിക്കൂറാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മളെ ഈ നെറ്റ്വർക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിലെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത്. ആ നെറ്റ്വർക്ക് നമ്മൾ ഒരിക്കലും മിക്ക ആൾക്കാരും ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മൾ ഒരുപാട് ലീഡുകൾ നമ്മൾ P40 എന്നൊരു 40 നമ്പറിലേക്ക് ഒതുങ്ങാണ്ട് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അല്ലെ ഞാൻ എനിക്ക് വേണ്ടി ഉഷാജിക്ക് വേണ്ടി അല്ലാണ്ട് ഒന്ന് മോർ ലീഡ് എടുത്ത് നോക്കും. നിങ്ങൾ ഒരുപാട് പേരെ കാണാൻ ശ്രമിച്ചു നോക്കും, റിസൾട്ട് ഷുവർ ആണ്. പിന്നെ ഈ ലീഡ് എടുക്കുന്നത് ഒരു സ്കില്ല് തന്നെയാണ്, തെറ്റല്ല, നല്ല സ്കില്ല് തന്നെയാണ്. പക്ഷെ ഒരു ക്വാളിറ്റി ലീഡ് എടുക്കുന്നതിലാണ് നിങ്ങളൊരു കഴിവിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചുമ്മാ അതെങ്ങനെ പറയും, ഇപ്പം പ്രതിഭേട്ട എനിക്കൊരു 5 നമ്പർ വേണ്ട, പ്രതിഭയുടെ ഒരു 5 നമ്പർ അയച്ചു തരും. അതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ 5 പേർ ആരാണെന്നും അവരുടെ കപ്പാസിറ്റി എന്താണെന്നും അല്ലെങ്കിൽ പ്രതിഭേട്ടനെ കൊണ്ട് തന്നെ അവരൊന്ന് വിളിപ്പിച്ചിട്ട് രാജേഷ് എന്റെ ഫ്രണ്ടാണ്, 5-10 കൊല്ലത്തെ വിദ്വാൻ എനിക്കറിയാം, ജെന്വൻ പേഴ്സൺ ആണ്, 1.5 പ്ലാനുകളുണ്ട്, ഒന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ റെക്കമെൻഡ് ചെയ്യിക്കുന്നതിനാണ് കാര്യം ഇരിക്കുന്നത്. വെറുതെ ഉഷാജി പറഞ്ഞിട്ട് 10 നമ്പർ വെച്ചിട്ട് കാര്യം. കുറച്ച് നല്ല ക്വാളിറ്റി ലീഡുകൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ് അവരുടെ നിലവാരമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ യൂസ്ഫുൾ ആവും. ഇപ്പൊ നമ്മൾ ലീഡ് കളക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലീഡ് കളക്ട് ചെയ്യുന്ന ആളിന്റെ പൂര ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിന് കണക്കായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടൻ ആനേനെ കൊണ്ടുപോലെ ഉണ്ടാവുകയാണ്. നമ്മള് അയാൾക്ക് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും, നമ്മൾ വേറെ 24.5 കമ്മീഷൻ ആദ്യം നോക്കും. ഞാൻ പണ്ടല്ല 24 കമ്മീഷൻ, അതാ ഏറ്റവും ഹയസ്റ്റ് കമ്മീഷൻ. ഇതെന്നെ എല്ലായിടത്തും കൊണ്ട് പറഞ്ഞേക്കാം. എനിക്ക് പൈസക്കില്ല ആവശ്യം, എന്നെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നെക്സ്റ്റ്. സോ നമ്മൾ ഇനി ലീഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ നിങ്ങൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കി. ഇപ്പൊ നമ്മളാന്ന് കണക്ക് കിട്ടും. ഇപ്പൊ എന്റെ നാട് ഇളയാവൂരിന്റെ ചുറ്റുവിടത്ത് എത്ര ഇൻഡസ്ട്രിയലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അമൃതരാജ് ശ്രദ്ധിക്കുന്നുണ്ടോ മോനെ? ആളില്ല വിഷമിക്കരുത്. നോക്ക് എത്ര ഡോക്ടേഴ്സ് ഉണ്ട്. എന്റെ ചുറ്റും എത്ര ഡോക്ടേഴ്സ് ഉണ്ട്. 5 ഡോക്ടേഴ്സിനെ പറ്റി ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 5 ഡോക്ടർ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കാലത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം കൊണ്ട് പോയിട്ടുണ്ടാവില്ല, പനി ജലദോഷം അല്ലെ ലാലോട്ട? അപ്പൊ അവർ കുറച്ച് 5 ഡോക്ടേഴ്സ്. ഈ ഉണ്ടാക്കുന്ന സിമ്പിൾ പണി നിങ്ങൾ വിചാരിക്കണ്ട. ഈ ചുറ്റുവട്ടങ്ങൾ ഇങ്ങനെ നിങ്ങൾ പ്രോവേസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കും. നിങ്ങൾ എത്ര HNIs ഉണ്ട്, എത്ര അൾട്രാ HNIs ഉണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇതേപോലെ ഇത് വേണമെങ്കിൽ ബുഷാജിയുടെ ഞാൻ പറയാം. ഇങ്ങനത്തെ ഈ ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മളവിടെ തന്നെ ചോദ്യങ്ങളുണ്ട്. ഇതിങ്ങനെ എത്ര ബിസിനസ്സുകാരുണ്ട്, അതിൽ സ്മോൾ സ്കെയിൽ എത്രയാണ്, വലുത് എത്രയാണ്, ഇതൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ഡ്രൈവറെ അടുത്ത് പോയിട്ട് അതിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളടുത്ത് കൊണ്ടുപോയിട്ട് ഒരു 5 lakh ആണെന്ന് പറയാൻ പറ്റൂല. നമുക്ക് ഇങ്ങനെ ആളെ തിരിച്ചറിയുകയാണെങ്കിൽ ആ യഥാർത്ഥ പ്രൊഡക്റ്റ് പിച്ച് ചെയ്താലേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വെറുതെ പോയിട്ട് PCB ഉണ്ട്, PC വാല്യൂഷൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വരാന്നല്ലാണ്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യണ്ടേ. നമ്മൾ പണ്ട് പറയുന്ന പറഞ്ഞാല് ഈ ക്രോക്കഡൈൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാല് ചെറിയ വലിയ വായു നമ്മുടെ MIAP-ലും വേണ്ട 3/4 മണിക്കൂറുള്ളിൽ ഇങ്ങനെ വിശദീകരിച്ച് എന്താ പറയാ അതിന്റെ നാനാവശങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് വരും. അവസാനം ഒരു സ്ഥലത്ത് നിൽക്കും, പ്രൊഡക്റ്റ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ അവിടെ കട്ട. ഇനി അടുത്ത് എന്താ പറയാ, ഇനിയിപ്പോ അടുത്ത് അപ്പൊ പിന്നെ വിളിക്കാം, തീർന്നു, കച്ചവടം പൊട്ടി അടുത്തേക്ക്, പിന്നെ വിളിക്കലുണ്ടാവില്ല. ഇതിനിടക്ക് ആരെല്ലാം വരാനുണ്ടോ, അയാളുടെ കുടുംബത്തിൽ 10 LIC ഏജന്റ് വരാനുണ്ടാവും, 10 ടാട്ടക്കാരുണ്ടാവും. പിന്നെ ഓള് വീട്ടിൽ നിന്ന് നമ്മൾ മാറാൻ നിൽക്കും. എന്തിനാ കൊടുക്കാൻ നിൽക്കുന്നത്? മാറ്റിയൊക്കെ സ്വന്തം ഓളുണ്ടാവും പറയാൻ വേണ്ടിട്ട്. ഓളാണെങ്കിൽ 10 പറയാനുണ്ടാവും.
ആ സമയത്ത് തന്നെ നിങ്ങൾ ഏത് അക്കൗണ്ടിനകത്ത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആണോ സിംഗിൾ അക്കൗണ്ട് ആണോ ചെക്ക് ഒന്ന് കാണിക്കാമോ? ആ ചെക്കൽ എടുപ്പിച്ചെടുത്ത് ക്ലോസിംഗിൽ കൊണ്ടുവരണ കഥ പറഞ്ഞു വന്നാൽ പോരാ. കഥ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മളിങ്ങനെ വലിയ അറിവ് നമുക്കുണ്ട്. കാരണം ട്രെയിനിങ് അത്രപ്പാടും തരുന്നുണ്ട്, നമ്മളൊക്കെ വൃത്തി പഠിക്കുന്നുണ്ട്, നമുക്ക് നല്ല ട്രെയിനറും കൂടിയാണ്. ഇതെല്ലാം ആടെ കൊണ്ടൊരു വിളമ്പിയിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്കൊരു സാധനം ആവശ്യം വേണ്ടേ? സോ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് നമ്മൾ കച്ചവടം ചെയ്യണം. സെൻട്രിക് എന്ത് പറഞ്ഞാൽ അവർക്കൊരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് നമ്മൾ അറിവാണ് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം വെറുതെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് വെച്ച് ഒന്നും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാല് ഞാൻ കസ്റ്റമർ അടുത്ത് പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അല്ലെ? നമ്മൾ വെറുതെ പറയുന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അതേപോലെ നിങ്ങൾ ആലോചിച്ചു, ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോയാ എന്തൊക്കെ പ്രൊസീഡിങ്സ്. അപ്പൊ ഡോക്ടർ, ഞാനിപ്പോ രാജേഷ് കയറി ചെല്ലുന്നു. അപ്പൊ ഡോക്ടർ പ്രമീളേച്ചിപ്പിന്നില്ല, രാജേഷ് ഒക്കെ നടന്നു വരുന്നുണ്ടല്ലോ, ഇവൻ ഇന്ന് പനിയായിരിക്കും, എന്നാ പനിക്ക് വരുന്നിരിക്കട്ടെ. ഡോക്ടർ എന്തിക്കാ അല്ല ഇപ്പൊ മഹേഷോട് നടന്നു പോകുന്നു, മഹേഷോട് നടന്നു വരുന്നുണ്ടല്ലോ, നടത്തത്തിൽ ചെറിയ ലൂസ് ഉണ്ടല്ലോ, എന്നാ ഇവ തയ്ക്കും വരുന്നിക്കല. അങ്ങനെയാണോ? ചിലവര് ചെറിയ രീതികളില്ലേ? സുമേച്ചി പെട്ടെന്നില്ല, എന്തെങ്കിലും വേണ്ടു. നെക്സ്റ്റ് അടിക്കും. സോ ഡോക്ടർ ആദ്യം എന്താ ചെയ്യാ നമ്മളോട്? അല്ല അങ്ങനല്ലേ? 2 3 അപ്പൊ നമ്മൾ ഇതേപോലെ കസ്റ്റമർക്കും ഇതേപോലെ ഓരോ പ്രശ്നങ്ങളുണ്ട് അല്ലെ? മൂക്കടപ്പും ജലദോഷം എന്ന് പറഞ്ഞ പോലെ കസ്റ്റമർക്ക് ഒരു യഥാർത്ഥ ഒരു നീഡ് എന്തായാലും ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ മാസം ഒരു 40 വയസ്സുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അപ്പം 2 പെമ്മക്കളാന്ന് എനിക്ക് ഓൾറെഡി അറിയാം, പിന്നെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഞാൻ തിരിച്ചു 2 ആവശ്യങ്ങൾ മുമ്പിൽ, ഒന്നൊരു പെൻഷൻ പോലത്തെ സാധനം പറയാം, പിന്നെ ഒന്നൊരു ഷോർട്ട് ടേം ഗോൾ ആയിട്ടുള്ള 2 പെമ്മക്കൾ, 7 വയസ്സുള്ള മോളുണ്ട്. അപ്പൊ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 18 വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നീട്ടിയൊരു കല്യാണം മോളുടേത് അങ്ങനെ പറയാം. 2 പ്രൊഡക്റ്റ് മനസ്സിൽ വെച്ച് ഞാൻ പോയതാ. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത്, ഞാനാണെങ്കിൽ ഞാൻ മോളുടെ കല്യാണം ആദ്യം പ്ലാൻ ചെയ്യും. സോഫർ എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ ഇല്ല, അപ്പൊ മോളുടെ കല്യാണം എന്റെ ഇമ്മീഡിയറ്റ്ലി വരുന്ന ഗോൾ എന്താ പറഞ്ഞ, ഞാൻ ആദ്യം അത് പറഞ്ഞു. അത് ഇയാൾ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് ഞാൻ ഈ പ്ലാൻ, നമ്മുടെ സ്വാഗ് പാറിന്റെ ഈ സാധനം പറഞ്ഞു, നമ്മൾ ഇൻസ്റ്റയില്ലേ, ഈ അടുത്ത 7 days അല്ല, ഒരു മാസം കിട്ടും. അയാൾ എന്നോട് ചോദിച്ചു, എനിക്ക് ഇപ്പൊ പൈസ വേണ്ട രാജേഷ്, സാലറി കിട്ടണല്ലേ? എനിക്കൊരു 15 കൊല്ലം 55 കിട്ടുന്നത്, എനിക്ക് അതാണ് ഇമ്പോർട്ടന്റ്. മോളുടെ കല്യാണം എങ്ങനെ കഴിഞ്ഞു പോകും? എന്റെ വീട്ടുകാർ, എന്റെ ഭാര്യ വീട്ടുകാരൊക്കെ ഉണ്ട്, അതെങ്ങനെ കഴിഞ്ഞു പോകുന്ന വിഷയമേ അല്ല എനിക്ക്. ആ മോളുടെ എഡ്യൂക്കേഷനും വിഷയമല്ല, നല്ല പഠിക്കുന്ന കുട്ടി, അവളോട് മെറിറ്റിലെല്ലാം ഹാൻഡിൽ ചെയ്തോളൂ. എന്റെ പ്രശ്നം എന്റെ ഒരു റവന്യൂ തന്നെയാന്ന് പറയും. ഞാൻ ധരിക്കേണ്ട മോളുടെ കല്യാണം. ഓരോ ആൾക്കാർക്ക് സംസാരിച്ച് വരുമ്പോഴാണ് അവരെ യഥാർത്ഥ ആവശ്യങ്ങൾ നമ്മൾ എത്തുക. ഞാൻ അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ സ്വാപ്പിനെ പറ്റിയിട്ടോ സ്വാഗിന്റെ മൈൽ സ്റ്റോണിനെ പറ്റിയിട്ടോ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതേപോലെ കസ്റ്റമറെ പറ്റി അറിഞ്ഞ് അവരെ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് അവർക്ക് നല്ല അനസ്തേഷ്യ കൊടുത്ത് എന്നിട്ടോട് ചികിത്സിക്കണമെങ്കിൽ അല്ല. നെക്സ്റ്റ്, അപ്പൊ നമ്മള് ഈ പോയാല് നമുക്ക് അറിയാത്ത ആൾക്കാർ, അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതൊന്നും വിഷയമേ അല്ല. നമുക്ക് അയാളുടെ നീഡ്സിൽ ഒരുവിധം അറിയാമായിരിക്കും. നിങ്ങളിങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. തുടക്കുമ്പോൾ സഞ്ജയ് തൊളാനി പറഞ്ഞതുപോലെ, ഞാൻ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു കഥ പറഞ്ഞാൽ തുടങ്ങുമെന്ന് പറയും. നമ്മൾ ഈ ആധികാരികമായിട്ടുള്ള, ഞാൻ ആദ്യം എന്നെ പറ്റി പറയൂ, പിന്നെ എന്റെ കമ്പനിയെ പറ്റി പറയൂ, പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി പറയൂ എന്നൊക്കെ ഈ ഫോർമാലിറ്റിക്ക് വിട്ടിട്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങും. ഞാനൊരു കഥ പറഞ്ഞിരുന്നു. നമ്മളെ റെജി വൈൻ്റെ ടീമില് ആ കസലിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. എനിക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഒരു 4-5 മാസം മുമ്പേ വരെ ആ കസലിൽ സ്ഥിരമായിട്ടൊരു ലേഡി ആയിരിക്കും, വിദ്യേച്ചി എന്ന പേര്. ഇപ്പൊ വിദ്യേച്ചിനെ കാണുന്നില്ല നിങ്ങൾ. ഞാൻ ആ സമയത്ത് എന്റെ ക്ലയൻസിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറയായിരുന്നു, എന്റെ കൂടെ സ്ഥിരമുള്ളൊരു, എനിക്കാണെങ്കിൽ പേഴ്സണൽ ഇതിന് അടുപ്പുള്ള സ്ത്രീയും കൂടിയാണ്. അപ്പം ഞാൻ പറയും, ഇന്നലെ വരെ കണ്ട ലേഡി ആയിരുന്നു, ഇന്നവരെ കാണാനില്ല. 2 പെമ്മക്കളാ, കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഇനി അവർക്ക് ലൈഫിൽ എത്രയോ എവിടെയോ എത്തേണ്ട ഒരു ലേഡിയാ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവരിന്നില്ല. എന്തൊരു കഷ്ടമാണ് നോക്ക്. ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് അറിയാം എന്ന് നിങ്ങൾ കാര്യത്തിലേക്ക് പറയുമ്പോൾ അവര് നമ്മൾ പോയിന്റിലേക്ക് എത്തി. ഞാൻ വന്ന എന്തിനാ, അതിന് പ്രത്യേകിച്ച് അവരുമാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സംസാരിച്ചു നോക്കും. അവര് വിജയിച്ച് എനിക്ക് തോന്നുന്നു പേഴ്സണലി പറയുമ്പോൾ സഫീഷ്യന്റ്ലി കവേർഡ് ആണോ അവർ ചോദിച്ച് നോക്ക്. നമ്മളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലേഡിയാ, എത്രയോ വർഷങ്ങളായിട്ട്, 16, എന്നിട്ട് പോലും അവർ ആഡ്വക്കേറ്റിൽ അവർ കവേർഡ് അല്ല.
നമ്മുടെ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെ. നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കും. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇതേപോലെ ഓരോരോ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കും. ഇതിന്റെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കട്ട് ചെയ്ത് ഗ്രൂപ്പിലിടാം. ഇങ്ങനെ ഓരോരോ ചെറിയ നമ്മുടേതായിട്ടുള്ള രീതിയിലെ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ദുബായിക്കാരനെ വിളിക്കുന്നുണ്ടെങ്കിൽ, സാർ ഈ ദുബായിൽ എത്ര കാലം ജീവിച്ചു മരിക്കാൻ പറ്റുമോ? ദുബായിൽ എപ്പോഴും നാട്ടിലേക്ക് വരണ്ടേ? എന്താ പ്രവാസികൾക്ക് കൊടുക്കുന്ന 6000 പെൻഷൻ കൊണ്ട് മതിയാവും, മാസം മത്തി വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന്, നമ്മൾ പ്രോസ്പെക്ട് കാണാൻ വേണ്ടി പോണതിന് മുമ്പേ നമ്മൾ ചെറിയ പ്രിപ്പറേഷൻസ് മസ്റ്റ് കൂടി ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു പീടികയിൽ സാധനം വാങ്ങിക്കാൻ മുതൽ ആഗ്രഹത്തോടെ പോയിട്ട് കാണരുത്. നമ്മൾ ഈ ഫുൾ അറിയാവുന്നത്ര ഇൻഫർമേഷൻ നമ്മൾ പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനെ പറ്റി അറിഞ്ഞിട്ട് പോയാൽ മാത്രമേ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് സൊല്യൂഷൻ അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വിൽക്കുന്നത് ഒരു MRP ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ല. നമ്മൾ പോണത് ആമസോണിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്നതല്ല. നമ്മൾ വിൽക്കുന്ന അയാളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അയാളെ നാളെ ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ആര് നോക്കുമെന്ന് പറഞ്ഞ വലിയൊരു സങ്കടം നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ. അതിനൊരു നിയതമായ രൂപമോ ഷേപ്പോ ഒന്നുമില്ല. സോ നമ്മള് കറക്റ്റ് ആളിനെ മനസ്സിലാക്കി ശരിയായുള്ള സാധനം പറയുകയാണെങ്കിൽ ക്ലോസിംഗ് റേഷ്യോ എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ പോണതിന് മുമ്പേ തന്നെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ധാരണ മനസ്സിലുണ്ടാവുക. ഞാനൊക്കെ പോകുമ്പോൾ മഹേഷേട്ടനെ വിളിക്കും, നിതീഷിനെ വിളിക്കും. ഞാൻ എങ്ങനെ പറയാം, എങ്ങനെ തുടങ്ങാം. ഇപ്പോഴും 5ാമത്തെ വർഷം കുറെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. അല്ല ഒറ്റയടിക്ക് പോലും എന്തെങ്കിലും എന്റെ റിലവൻസ് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ലൂസ് ടോക്ക് പറഞ്ഞ് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ പറയാം. ഞാൻ പൊതുവെ ഒരു നിയന്ത്രണത്തിൽ സംസാരിക്കുന്ന മനുഷ്യനാണ്. എന്ത് വായി തുറന്നാലും എന്താരോട് പറയാൻ ഒരു കണക്കില്ലാത്തൊരു തന്നെ. എന്നാൽ ഈ കച്ചവടത്തിന് മാത്രം പോകുമ്പോൾ എപ്പോഴും വേണ്ടതൊന്നും പറയാറില്ല. ആ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ പോകാറുള്ളൂ. 3, നമ്മളെപ്പോഴും സമയത്തെത്തണം. അവിടെ പോയിട്ട് പിന്നെ നമ്മളെ മഹേഷേട്ടനുണ്ട് ഈ കൂട്ടത്തിൽ. മഹേഷേട്ടൻ ചിലപ്പോൾ എയർപോർട്ടിൽ പോകുന്ന നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മഹേഷേട്ടൻ എത്തുക. ഇനി എന്റെ ഏട്ടനായിട്ടൊക്കെ എന്തുകൊണ്ടും കുറ്റം പറയാൻ കുഴപ്പമില്ല. നമ്മുടെ ആദ്യം നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൽ അപ്പോയിന്റ്മെന്റ് കാത്തിരിക്കുന്നുണ്ടാവും, നമ്മൾ എത്തൂല. അത് റോഡ് ബ്ലോക്ക് ആയി തലയിൽ നിന്നിട്ട് കയറാം. അത് നല്ല രീതിയാണോ? ഒരു 5 മിനിറ്റ് ഉണ്ട്. നമ്മൾ പുതിയ സെറ്റ് ഇവരോടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കഥ കേട്ടതാണ്. നിങ്ങൾ കറക്റ്റ് സമയത്ത് ഒരിക്കലും വരരുത്, നേരത്തെ എത്തിക്കോണം. കറക്റ്റ് ആണോ? പിന്നെ നമ്മളെപ്പോഴും ഒരു സ്മൈൽ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വളവളെ തിരിച്ചിട്ടുള്ള നമ്മള് ചിരി, നമ്മളെ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും വലിയ നമ്മളെ ചിരിക്കുക അല്ല. നമ്മള് ഒരു ഒതുക്കി ഒരു എപ്പോഴും നമ്മൾക്ക് 100 തിരക്കലുണ്ടാവും, 100 ടെൻഷൻസ് ഉണ്ടാവും. കടം കൊടുക്കാനുള്ള ബാങ്കുകാരെ വിളിച്ചിട്ടുണ്ടാവും, മാർച്ച് മാസമായി പലിശ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇതൊന്നാണ് കസ്റ്റമർ മുന്നിൽ കൊണ്ടുപോയിട്ട് പ്രകടിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ മുകളിൽ നമ്മൾ അതിന് കോൺഫിഡന്റ് ആവണം. അതെന്താണോ ഉദ്ദേശിക്കണത് പറഞ്ഞാൽ, ഞാൻ വിൽക്കാൻ നമ്മുടെ പ്രൊഡക്റ്റിന് എനിക്ക് ധാരണ വേണ്ട അല്ലെ. എനിക്ക് ധാരണ ഇല്ലാത്തൊരു സാധനം ഞാൻ ഒരിക്കലും വെക്കില്ല. ഇത് ഇവിടുത്തെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. എനിക്ക് അറിയാത്ത പ്രൊഡക്റ്റ് ഞാൻ പറയാറുള്ള ചെയ്യാറില്ല. നമ്മൾക്ക് ഇതിനുള്ള ഒരു കമാൻഡ് ആദ്യം ഉണ്ടാവണം. നമ്മൾ അതിന് കോൺഫിഡന്റോടെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, നമ്മളെ കമ്പനീനെ കൂടെ നമ്മൾ വിൽക്കണം. നമ്മൾ എങ്ങനെ പണ്ട് പറയാറില്ലേ, നമ്മൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് അടുത്ത 5 മിനിറ്റ് നമ്മളെ കമ്പനി, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാല് 23ാമത്തെ കമ്പനി അല്ലെന്നും നമ്മളെ എന്താണ് നമ്മളെ മോട്ടോ എന്നും പറഞ്ഞു കൊടുക്കാൻ ചുരുങ്ങിയ സമയത്തിനകത്തേക്ക്. നെക്സ്റ്റ്, ഇത് നിങ്ങൾ നോക്കും. നമ്മൾ ഈ മാനുവലി പണ്ടത്തെ പോലെ ഇപ്പൊ ഒരു ഉദാഹരണം പറയും. ഇതിന് പറയുന്നതിന് മുമ്പേ ഇപ്പൊ ചെറുകുന്നിലെ ഒരു കസ്റ്റമറെ അടുത്ത് 4 ദിവസത്തിനായി വിളിച്ചുകൊണ്ടിരിക്കണം. പോയി കാണണം എനിക്ക് അല്ലാണ്ടുണ്ട്. സർവീസിന്റെ ഭാഗമായിട്ടാണ്. സത്യം പോകാൻ 4-5 ദിവസം മടിക്കുന്നു. ഈ പുതിയ തെരു, ഈ വളപട്ടണം, ഇതിൽ കടന്നിട്ട് പോയിട്ട് ഇട മുട്ടുവേദന അല്ലെങ്കിൽ തണുപ്പിനുണ്ട്. ഇനി ആ ക്ലച്ച് ടൈറ്റ് ആയി വണ്ടി ഇങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പിന്നെപ്പോ നിങ്ങൾ ഡിജിറ്റലി മാറാൻ നോക്കുന്നു. നിങ്ങൾ പണ്ട് ആരെങ്കിലും വിചാരിച്ചിരുന്നോ ഒരു കുറച്ച് വർഷം മുമ്പേ നമ്മൾ ഈ ഒരു ഇടപാട് വരുന്നുള്ളത് വിചാരിച്ചിരുന്നോ? പണ്ടൊക്കെ 500 കയ്യിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ ഇതുവഴി 500 പോകുമ്പോൾ ഒരു വിഷമവുമില്ല. ക്യാഷ് ആയിട്ട് പോകുന്നില്ലല്ലോ. സത്യം പറഞ്ഞ അടിയിൽ നിന്ന് വെലിഞ്ഞു നമ്മളൊക്കെ അറിയില്ല. പണ്ട് ക്യാഷ് പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങൾ നോക്ക്, പണ്ട് നമ്മള് അല്ലെ അയ്യപ്പാസ് അല്ലെ കല്യാണങ്ങളിലും പോയിട്ട് ഇങ്ങനെ തപ്പി അലഞ്ഞു കിടക്കണം. ചിലത് വൈകുന്നേരത്തോട്ടം പോയില്ലെങ്കിൽ ഇതെല്ലാം വലിച്ചിട്ടിട്ടുണ്ടാവും, ഇതെല്ലാം മാന്തി എടുക്കണം. ഇപ്പൊ ഇതൊക്കെ മാറി നമുക്ക് എന്താ ആമസോണ്, മിന്ത്ര, മീഷോ അല്ലെ, താടി, അങ്ങനെ എന്തൊക്കെ വന്നു ഇപ്പൊ നാട്ടില്. വേണ്ടത് വേണ്ടാത്തത് വരുന്ന, ഓർഡർ ചെയ്യുന്ന ഒന്ന്, കിട്ടുന്നത് വേറൊന്ന്, തിരിച്ചയക്കുന്ന, പൊളിക്കുന്ന, റീഫണ്ട്, എന്തെല്ലാം ആയിട്ട് മാറി. ഇത് നിങ്ങൾ നോക്കും. പണ്ട് നമ്മൾ തത്കാലൊക്കെ എടുക്കണമെങ്കിൽ എന്തെല്ലാം പാടായിരുന്നു. രാവിലെ പലസേവന് കിടക്കണം. ഇത് മാറി. ഇപ്പൊ കറണ്ട് പുറപ്പെട്ട ട്രെയിനൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിയേറ്റർ, മോഹൻലാലിൽ പുതിയ സിനിമ വീട്ടിലിരുന്നിട്ട്, മോൺസ്റ്റർ, അങ്ങനെ ഏതൊരു സിനിമകൾ തിയേറ്ററിൽ
പോണതിന് പകരം വീട്ടിലിരുന്നിട്ട് അവനവന്റെ 70 മന്തിൽ ഇരുന്ന് കാണുന്ന അവസ്ഥയിലേക്ക് നമ്മളും ഇതേപോലെ മാറണം. നമ്മളെങ്ങനെ മാറണം? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സിജൂട്ടി പോളിനെ അറിയാം എല്ലാവർക്കും. സിജൂട്ടി പോൾ നമ്മുടെ LPC 2-3 മാസം മുമ്പ് LPC ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ആ ഷെയർ ചെയ്ത പോസ്റ്റ് ഒരു ജോർജ് മാത്യു പുല്ലാട്ട് നമ്മളെ അഡ്വൈസർ. അപ്പൊ എനിക്ക് അന്ന് ഇതേ അഡ്വൈസർ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അയാള് എഴുതിയ റൈറ്റ്, അയാൾ എഴുത്തുകാരനാണ്, മജീഷ്യനാണ്, എയർപോർട്ട് മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ് ജോർജ് പുല്ലാട്ട്. അങ്ങനെ ആ ഷെയർ ചെയ്ത കണ്ടന്റ് എന്താന്ന് പറഞ്ഞാൽ അയാള് പല മേഖലകൾ കടന്ന് യാദൃച്ഛികമായിട്ട് മാക്സ് ലൈനിലേക്ക് വന്ന് പെട്ടതും മാക്സിൽ ഇയാൾ ഒരു ക്ലയന്റിന് ഇൻഷുർ കവേർഡ് അല്ലാത്ത ഒരാൾ കവർ ചെയ്യിപ്പിച്ചതും അയാളുടെ ഡെത്ത് സംഭവിച്ചതും അതിനുശേഷം ആ കുടുംബത്തിൽ അയാൾ ചെയ്ത ജോലിയെ പറ്റിയിട്ട് ഒരു അഭിമാനം ഉണ്ടായ നിമിഷത്തെ പറ്റിയിട്ടുള്ള അയാൾ എഴുത്തുകാരൻ എഴുതിയിട്ട ഒരു കണ്ടന്റ്. അയാൾ മാക്സിന് നന്നാക്കാൻ എഴുതിയിട്ടതല്ല, അയാളുടെ അനുഭവം കുറിപ്പിട്ടു, അത് ഷെയർ ചെയ്തിരിക്കുന്നു നമ്മളെ സിജൂട്ടി പോൾ. അയാൾ ഈ വർഷം NDRT ആയി. ജോർജ് ഈ മാത്യു പുല്ലാട്ട് ഈ വർഷം NDRT വിടാൻ നമ്മുടെ. അപ്പൊ നമ്മള് പബ്ലിക്കിനോട് നമ്മുടെ മുമ്പിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലേ, നമുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെ, ലിങ്ക്ഡിൻ, എക്സ്, വാട്സപ്പ്, ഇൻസ്റ്റ, എന്തൊക്കെയുണ്ട് നമുക്ക്, ചിറകുള്ളതും ചിറകില്ലാത്തതും നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പൊ വാട്സപ്പിലാണെങ്കിൽ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് 1-on-1 നമുക്ക് എത്ര ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഫേസ്ബുക്കിൽ ഇപ്പോഴും ഒരു മിഡ് ഏജ് 30-40 മുകളിൽ ആൾക്കാർ മിക്ക ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്കാണ്. നമുക്ക് അപ്പീൽ പറഞ്ഞൂടെ, ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, എത്ര പേര് പറയുന്നുണ്ട്. ഇപ്പം 50,000 രൂപയ്ക്ക് വണ്ടി, അതാണ് ക്യാപ്ഷൻ ഉണ്ടോ മുകളിൽ അല്ലെ. എത്രയോ ചെറുപ്പക്കാർ ബ്ലോഗേഴ്സും വന്നിട്ട് അവരുടെ കാര്യം പ്രസന്റേറ്റ് കമ്മീഷനായിരുന്നു കാണുന്നില്ല. അതേപോലെ നമ്മളും എന്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഇപ്പൊ പ്രദീപടം നോക്കും, ശ്രീലങ്ക കൊളംബോയിലേക്ക് പോണത് മൂപ്പരുടെ ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട്. സ്വദേശിയിൽ ഇഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനത്തെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കൂട്ടത്തില്, അതുകൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ് ചെയ്യണം. എന്റെ അടുത്ത് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തി 7 ദിവസത്തിനകം റിട്ടേൺ വരുന്ന ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്. കേൾക്കണോ എന്റെ ലിങ്ക് ഒന്ന് കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പുതിയ ലീഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികൾ ഇതൊക്കെ ഉപയോഗിക്കണം. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള വഴികൾ മാറ്റിയിട്ടൊന്ന് ഇതുകൂടെ ആഡ് ചെയ്ത് പിടിച്ചു നോക്കും. നോക്കും ജനിച്ചത് മുതല് നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്. പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ തല്ല്, ഇമ്പോസിഷൻ, ടീച്ചറെ തല്ലിയിട്ടില്ല വേണ്ട, ഇതെന്തൊക്കെ നമ്മൾ അനുഭവിക്കണം അല്ലെ. നിങ്ങൾ നോക്കൊരു ജോലി, അത് ഇതിനിടക്ക് പ്രേമിക്കാൻ വേണ്ടി പോകണം, ഇതിനിടക്ക് തല്ല് കൊടുക്കാൻ പോകണം അല്ലെ, ഇതിനിടക്ക് കുറെ പനിച്ചു കിടക്കണം. ഇതെല്ലാം ഈ ഗുഡീസിൽ വന്ന് കിടക്കുന്നതാ. എന്നാൽ ഇതിനിടക്ക് എന്ത് മരിച്ചിരിക്കുന്ന വിരിച്ച് ഇതൊക്കെ നല്ല ഹാപ്പി മൊമെന്റ്സ് എല്ലാവർക്കും ഇങ്ങനെ തന്നെ. നിങ്ങൾ നോക്കൂ, ഇതിനിടക്ക് ഇങ്ങനൊരു സാധനമില്ലേ, ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ട് ഇതിന്റെ മുകളിൽ. ഇത് നമുക്കറിയാം, ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് എല്ലാവരും നമ്മളത് അറിയാം. ഇതാർക്കും അറിയോ? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ നോക്കുക, നിങ്ങൾ ഒരു 100% ഒരു 16% ആൾക്കാർ മാത്രമേ ഇപ്പോഴും സ്വന്തം കുടുംബത്തിനെല്ലാം ഞാൻ ഇല്ലെങ്കിലും കൂടിയും എന്റെ കുടുംബം സഫീഷ്യന്റ്ലി സെക്യൂർഡ് ആയിട്ട് ആഡിക്വേറ്റ്ലി കവറേജ് എടുത്ത് വെച്ച ആൾക്കാര്, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി പൈസ ഉള്ള ആൾക്കാർ വെറും 16% എടുത്തെങ്ങാനേ ഉള്ളൂ. ചെറിയ സർവേ പറയുന്നതാണ്. ഒരു മഹാഭൂരിപക്ഷം വരുന്നൊരു വിഭാഗം ഒരു പ്ലാനിങ്ങും ഇല്ല. നമ്മളെ പോലെ ഈ പ്രൊഡക്റ്റ്, നമ്മളെ പ്രൊഡക്റ്റ് അല്ലേ ഉള്ളൂ ഇതിന് പരിഹാരം. മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? ഏതെങ്കിലും ഒന്നുണ്ടോ? ഒരു പ്രൊഡക്റ്റ് പേര് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പിന്നില്ലാണ്ടായി എന്റെ കുടുംബത്തിനെ നോക്കും, ആരും എന്റെ അളിയെ നോക്കുമോ? ഒരാഴ്ച 2 ആഴ്ച ആരും നോക്കില്ല. എല്ലാത്തിനും പരിധിയുണ്ട്. ഇത് നമ്മുടെ ഈ പ്ലാനുകളിൽ ഇന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഈ ലൈഫ് ടൈമുള്ള സാധനം കവർ ചെയ്ത് നമ്മൾ ഒരടവേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ വെറും 1ാമത്തെ അടവേ അടച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ജീവിതം നമ്മൾ അഥവാ ഇല്ലാണ്ടായിപ്പോയെങ്കിൽ നമ്മുടെ കുടുംബത്തെ നോക്കാൻ ഉത്തരവാദിത്തം എടുത്തിരിക്കുകയാണ് നമ്മുടെ കമ്പനി. ഇതുപോലത്തെ മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സ്റ്റോക്ക്, ഏതെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് ആൾട്ടർനേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? ഈ ഒരൊറ്റ ഒന്നേ ഉള്ളൂ. ഇത് പറയല് മാത്രമാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, ഒന്ന് P14 ഇമ്പോർട്ടൻസ്. നമ്മൾ വെറുതെ പോയിട്ട് പകൽ ഗ്രൗണ്ടിൽ പോയിട്ട് ആരോടെങ്കിലും കഥ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ശരിയായിട്ടുള്ള ലീഡുകൾ, അത്യാവശ്യക്കാരൻ്റെ ലീഡുകൾ മനസ്സിലാക്കുക, P40 കളക്ട് ചെയ്യുക, അവരടുത്ത് കൊണ്ടുപോയിട്ട് പറയുന്ന പ്രൊഡക്റ്റുകൾ ധാരണയോടെ പോയിട്ട് പറയാം, സമയത്ത് പോയിട്ട് പറയാം. പറയുന്ന സാധനം നിങ്ങൾ എപ്പോഴും ഇതിൽ കണക്ട് ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടാവും ഇക്കൂട്ടത്തിൽ. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിന്റെ ആവശ്യം എനിക്കില്ല, ചിന്തിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇത് ഇമോഷണലി നിങ്ങളിത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് റേഷ്യോ എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും ഒറ്റക്കല്ല വർക്ക് ചെയ്യുന്ന. മാക്സ് ലൈഫിനെ കണ്ടെടുത്തോളം ഏറ്റവും മികച്ചൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എനിക്ക് വയ്യെങ്കിലും നിതീഷ് ഒന്ന് പോകണം, നിതീഷ് പോകും, അല്ലെങ്കിൽ ഷാജുവും അരുൺ സാറും അതേപോലെ നമ്മൾ ടീം വർക്കായിട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾ ഈ ഒരു സാധനം മാത്രം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ മതി, മറ്റൊന്നും പറയണ്ട. ഇതിനെ പേടിക്കാത്ത ഒരാളിന്നില്ല. കറക്റ്റ്. അങ്ങനെ അടുത്ത് ഇനി ഈ നമ്മളെ ഈ ബാഡ് ഈഫ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒന്ന് ആക്രമിക്കുന്നത്? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും പിന്നെയും കൂടിക്കൊണ്ട് പോയി. ഞാൻ ഇപ്പൊ എന്റെ മരണം സംഭവിച്ചു, കുട്ടികളുടെ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കണം. ഡെത്ത് തന്നെ വേണമെന്നില്ല, നമ്മൾ വീട്ടിൽ സൈഡായി കിടന്നാലും മതി. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വല്ല കുറവുണ്ടാവോ? ഇൻകം മാത്രം കുറഞ്ഞുകൊണ്ട് പോയി, ബാക്കി ആരും നോക്കും? എനിക്ക് നിരവധി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, നിരവധി ഉദാഹരണം. എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കുറെ കാര്യങ്ങൾ ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പറയാം. ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒറ്റയടിക്കില്ലാണ്ട് ഇപ്പൊ എന്നെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ 2000 ഇതിൽ വരുന്ന കൊറോണ വരുന്നതിനേക്കാളും മുമ്പേ ഒരു മാസം 1.5 കോടിക്ക് ടേൺ ഓവർ ബിന്നുവാഷൊക്കെ അറിയാം, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു. കൊറോണ വന്ന് ഒരു 2.5 കോടി പോയിട്ട് ഒരു പക്ഷേ ഒരു ടേം പ്ലാൻ എടുത്തിട്ട് മരിച്ചാലും വിചാരിച്ചിട്ടുണ്ട് അക്കാലത്തൊക്കെ. ഞാൻ എന്തായാലും എന്റെ മക്കളാരും നോക്കും, ആരും നോക്കാനില്ല, ഞാൻ തന്നെ വർക്ക് ചെയ്ത് തീരും എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്ന് അവനവന്റെ കണക്ട് ചെയ്ത് ആലോചിച്ചു. ചില ആൾക്കാർക്ക് ഈ ഒരു പിരമിഡ് എടുത്താൽ നിങ്ങൾ നമുക്ക് വലിയൊരു വിഭാഗം ഈ ആൾക്കാരാണ് താഴെ. എന്താണെന്നറിയോ? അവർക്ക് തിന്നാൻ പോലും ഇല്ലെന്ന്. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഒരു വസ്തുവില്ല. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാർ, നമ്മളെ 142 കോടിയിൽ വെറും 6-7 കോടി മാത്രമേ കവേർഡ് ആയിട്ടുള്ളൂ. ഈ നിങ്ങളത് റോട്ടി കപ്പണം, ഇത് ഹിന്ദി ആയിട്ട് മനസ്സിലാവില്ലായിരിക്കും അല്ലേ? നിങ്ങൾ നോക്കി, ഈ പിരമിഡിന്റെ ഏറ്റവും ഈ ഒരു ബാഡ് സംഭവിച്ചു പോയാല്, ഒരു ഇറിപ്പറബിൾ ലോസ് നമ്മുടെ കുടുംബത്തിന് വന്നു പോലെ, ഒരു ഏണിന്ന് മെമ്പർ ഇല്ലാണ്ടായി കഴിഞ്ഞാല് നഷ്ടപ്പെടുന്നത് ചില ആൾക്കാർക്ക് വെറും അഭിമാനവും മാനവിമാനമൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു വലിയൊരു വിഭാഗം ആൾക്കാർക്ക് അന്നം പോലും മുട്ടിപ്പോണ അവസ്ഥയാണ്. നിങ്ങൾ ഈ ഒരു പോയിന്റ് ഒന്ന് ഇമോഷണലി പറയാൻ ശ്രമിക്കേണ്ട. സ്ലൈഡ് ഏറെക്കുറയൊന്നുമില്ല, കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നോക്കൂ. സോ എനിക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വലുതാണ്. സർക്കാരും IRDA മുഴുവൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇനി ഈ സപ്പോർട്ടിലൂടെ നമ്മൾ നന്നാവോ? നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. ഒരു ഹാബിച്വൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നേ തീരൂ. നിങ്ങൾ ദയവ് ചെയ്ത് നാളെ മുതലെങ്കിലും രാവിലെ 10 മണിക്ക് മുമ്പേ ഒരു അലാറം സെറ്റ്, 4 അലാറം വെക്കുക. 5ാമത്തെ ദിവസം റൂട്ടീനായിട്ട് മാറിക്കോളൂ അല്ലെ? നമ്മളെങ്ങനെ റൂട്ടീനായി മാറിയില്ല നമ്മൾ റിവാർഡഡ് ആവുമോ അല്ലെ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നാളെയെങ്കിലും 10 മണിക്ക് മുമ്പേ ഒരു 10 ആളെ വിളിച്ച് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് 2ആവട്ടെ 3ആവട്ടെ 4ആവട്ടെ ഫോർഗറ്റബിൾ റെസ്പോൺസ്, നിങ്ങൾ അവരെന്ത് എന്നോട് ഇങ്ങോട്ട് പറയുന്ന ആലോചിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കരുത്. പറയേണ്ട കടമ അവരത്, പോകേണ്ട കടമ എന്റേത്. ഓക്കെ, P40 ഉണ്ടാക്കണം. അതിൽ തന്നെ പ്രോസ്പെക്ടിന്റെ ഫുൾ ഡീറ്റെയിൽ കളക്ട് ചെയ്തിട്ട് റെഫറൻസ് കളക്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ എന്റെ ചുറ്റുവട്ടത്തുള്ള പ്രൊഫഷൻസിനെ കണക്കെടുത്ത് നോക്കിയാൽ അയൽക്കാർ കണക്കെടുത്ത്, വരുമാനമുള്ളവർ ഇല്ലാത്തവര് കണക്കെടുത്ത് നോക്കിയാൽ മതി. കുറച്ച് ആൾക്കാർ എന്തായാലും കിട്ടാതിരിക്കില്ല. ഇനി കിട്ടുന്നില്ല അവരോട് ഒരു 5 റെഫറൻസ് തരാൻ വേണ്ടി പറയാം. അങ്ങനെ വളർത്തി കൊണ്ടുവരിക. സിമ്പിൾ കേസാണ്. നിങ്ങൾ വിചാരിക്കേണ്ട NDRT എന്നുള്ളത് വാലിയേറ മലയാണ്. വെരി സിമ്പിൾ ആണ്. 1ാമത്തെ തവണ മാത്രമേ പാടുള്ളൂ, പിന്നെ ഓട്ടോമാറ്റിക് ആയി പോയിക്കോളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ 5 കൊല്ലം നോക്കൂ. മഞ്ജുഷ ആദ്യം പറഞ്ഞു, മഞ്ജുഷയിലും യൂലിപ്പ് കേസുകൾ കൊടുക്കുമ്പോൾ 6ാമത്തെ കൊല്ലം വരും. ഈ സാധനം കമ്പനി തിരിച്ച് മുങ്ങുന്നൊന്നുമില്ലല്ലോ. തിരിച്ചു കിട്ടുമ്പോൾ റീഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ എപ്പോഴും എന്തൊരു ടെക്നിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, എന്റെ പുതിയ പ്രൊഡക്റ്റ് ഏത് വന്നാലും വിളിച്ചിട്ട് പറയും, അവരെടുക്കില്ലപ്പാ. എന്റെ വൈഫ് അവരെടുക്കില്ല, അവരെടുത്ത് പൈസ ഉണ്ടാവില്ല. ഞാൻ നിന്റെ പണി അതല്ല, നീ അടങ്ങി നിന്റെ പണി എടുത്തോളൂ, എന്റെ പണി ഞാൻ എടുക്കും. എനിക്ക് വീട്ടിൽ നിന്ന് വിളിക്കാൻ പറ്റാണ്ടായി. ഇവരുടെ കമന്റ് സൈഡിൽ നിന്ന് കിട്ടും ഞാൻ നെഗറ്റീവ്. ഞാൻ നീ നിന്റെ പറഞ്ഞേക്കല്ലേ, അവർക്ക് വേണ്ടി വൈഫിനെ അറിയുന്നത് ഞാൻ ഇതിന് പറഞ്ഞാണ്. എന്താ പറയുക, ഞാൻ വീട്ടിൽ വിളിക്കില്ല. നല്ല വിളിച്ചാൽ എനിക്കറിയാം എന്നെ പറയേണ്ട കേസ് എന്താണെന്നറിയാം. ഇപ്പൊ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, വിത്തിൻ 7 days ഒന്ന് കിട്ടു പ്രൊഡക്റ്റ്. ഒരു 2ാമതൊരു എൻട്രിക്ക് ഞാൻ എന്നെ അറിയാവുന്ന എന്റെ ക്ലയൻസിന് തല്ലാണ്ട് ഞാൻ വേറെ എവിടെ പോയിട്ട് എന്താ കാര്യം? ഞാനൊരു പുതിയൊരാളത്ത് പോയിട്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി ഒരു കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഇപ്പൊ താഷ്കന്റ് സിറ്റി ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, 12 ലക്ഷത്തിന്. എന്നാ പിന്നെ താഷ്കന്റ് പിടിക്കുക എന്നിട്ട് 12 ലക്ഷത്തിന് കസ്റ്റമറെ നോക്കി പോയിക്കരുത്. പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു അപകടം പറയാം. ഈ 12ന്റെ ആളെ മാത്രം നോക്കിപ്പോയാല് താഴെ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ സ്റ്റെപ്പ് 1, 2, 3, 4 കയറിപ്പോ എന്താ അറിയോ, നമ്മളെ തൊളാനി പറഞ്ഞ പോലെ ഹാർട്ട് ബീറ്റ് സ്ട്രാറ്റജി എന്നൊരു സ്ട്രാറ്റജി ഉണ്ട്. എന്താ പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് ബീറ്റ് എങ്ങനെയാ ടീച്ചറെ? ഇങ്ങനെ പോ, അങ്ങനെയല്ല അല്ല. ഈ ചോട്ടാ കേസസ് ഇല്ലേ, ഇതാണ് നമ്മൾക്കുള്ള വരുമാനം, ജീവിതോപാധി. മാസം വീട്ടിൽ അരി വാങ്ങിക്കണം എന്നെ പോലെ തോന്നുന്നു. ഈ ചോട്ടാ കേസസ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിലനിർത്താനും കൂടി അത് ഉപകരിക്കും. നമ്മൾ വലുതിന് മാത്രം നോക്കിപ്പോയാല് അത് എപ്പോഴും കിട്ടുന്ന കേസല്ല. ഉദാഹരണം, ഇപ്പൊ ടീച്ചർ അടുത്ത് തന്നെ വന്നിട്ട് ഒരു 10 lakh ഒരു വർഷം അടക്കുന്ന ഒരു പ്ലാന് പറഞ്ഞാല് ടീച്ചർ 100 വട്ടാലിക്കല്ലേ? ടീച്ചറെ 100 വട്ടാലിക്കല്ലേ? ടീച്ചർ എടുത്തിട്ട് വേറെ കേൾക്കും. ഇനി കപ്പാസിറ്റി ഉള്ള ഒരാളടുത്ത് പോയാലും ഒരു 10 lakh ഒരു പാനൽ പ്രീമിയം പറഞ്ഞ ക്ലയന്റ് 100 വട്ടാലേക്ക്.
നിങ്ങൾ 50,000 അത്ര ആലോചിക്കില്ല, വളരെ കുറച്ചേ ആലോചിക്കുള്ളൂ. കേസ് ക്ലോസ് ആകാൻ വളരെ എളുപ്പം. അന്ന് വെച്ചിട്ട് ചെറുതുമാത്രം ചെയ്യണം എന്നല്ല ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. ചെറുതും വലുതും ഹാർട്ട് ബീറ്റ് സ്ട്രാറ്റജി, ചോട്ട ചോട്ട പടപട, ചോട്ട ചോട്ട പടപട. ഈ ചോട്ട ചോട്ട കേസസ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തും, ബഡാ കേസസ് നമ്മൾ പണക്കാരനാക്കും, വലിയ വലിയ കേസസ് നമ്മളെ റിച്ച് ആക്കും. സുകുമാരേട്ടാ, ഞാൻ നിർത്തിക്കോട്ടെ? ആർക്കൊരു തൃപ്തിയില്ല.